ഇനി വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇത്തവണത്തേക്കൊന്ന് ക്ഷമിച്ചേക്ക്. സാറിന്റെ പേടി എന്താണെന്നറിയൂ? നമ്മുടെ ഈ ബന്ധം ഞാനും അക്ഷരയും തമ്മിലുള്ള അടുപ്പത്തിന് നാളെ ഒരു തടസ്സമാവുമെന്ന. ഏതച്ഛന്മാരും അങ്ങനെ ചിന്തിക്കും. അത് വിശാല കാര്യമാക്കണ്ട. അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ സംസാരിക്കുന്നത്? പിന്നെ സംസാരിക്കണ്ടേ? അതുപോലുള്ള അപമാനമല്ലേ ഏട്ടൻ ഇവിടെ കാണിച്ചത്? എന്റെ മോൻ പാവമായതുകൊണ്ടല്ലേ ഇതെല്ലാം സഹിച്ചത്. ഇവന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പിന്നെ ഈ വീടിന്റെ പടി ചവിട്ടുമായിരുന്നോ? തെറ്റു പറ്റാത്തവരാരാ ഉള്ളത്? പണ്ടെപ്പോഴോ ഒരബദ്ധം പറ്റി, അതിനിങ്ങനെ ശിക്ഷിക്കണോ? കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് സാറിനില്ല. അതാ. മതി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. അതെ, അങ്കിൾ അങ്ങനെ പറഞ്ഞാല് എനിക്ക് വിഷമമൊന്നുമില്ല. ഞാനതൊക്കെ അപ്പോഴേ മറന്നു. അതല്ല വിശാലെ, നമ്മളൊക്കെ ഒരു കുടുംബം പോലെ കഴിയേണ്ടവരാ. ഒരാൾക്കൊരു അപകടം വന്നാൽ ഓടി വരേണ്ടവര്. ഇപ്പൊ തന്നെ സിദ്ധുവിന്റെ കാര്യം എടുക്കും. നമ്മളുണ്ടായിരുന്നോണ്ടല്ലേ സിദ്ധു ഇത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങിയത്. നാളെ എനിക്കൊരാവശ്യം വന്നാലും നിങ്ങളൊക്കെ ഉണ്ടാവണം. വേറെ ആരില്ലെങ്കിലും വിശാലുണ്ടാവണം. ഞാനുണ്ടാവുമല്ലോ, അതിലൊരു സംശയം വേണ്ട. ആ ഒറ്റ സമാധാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അല്ല, ശ്രുതിമോൾ എവിടെ? അവൾ ഉറങ്ങി മോനെ. ഓ, നീ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അവൾ ഉറങ്ങില്ലായിരുന്നു. സാരമില്ല, സമയം ഒരുപാടായില്ലേ, അവൾ ഉറങ്ങിക്കോട്ടെ. ആ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ, നേരെ ഒരുപാടായില്ലേ. ഒന്നും കഴിക്കാതെയോ? വേണ്ട അമ്മ. അത് പറ്റില്ല വിശാൽ, കുറച്ചെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി. അക്ഷരേ, നീ ആഹാരം എടുത്തു വെക്ക്. ഏയ് വേണ്ട വേണ്ട, കഴിക്കാതെ പറ്റില്ല. ചെല്ല്. വാ മോനെ, ചെല്ല്. വാ. സാർ എന്താ മിണ്ടാതിരിക്കുന്നു? എന്റെ വായടപ്പിക്കാനാണല്ലോ എല്ലാവർക്കും താല്പര്യം. പിന്നെ ഞാനെന്തിനാ മിണ്ടുന്നത്? സാർ ഇങ്ങനെ തളർന്നാൽ എങ്ങനെയാ? വിശാൽ ഇവിടെ വരാൻ പാടില്ല എന്ന് കർശനായിട്ട് തന്നെ സാറ് വിലക്കണം. ഒന്നില്ലെങ്കിലും ഇത് സാറിന്റെ വീടല്ലേ? എടോ സ്വാമി, എല്ലാം അറിയാവുന്ന താനും ഇങ്ങനെ പറഞ്ഞാൽ അത് കഷ്ടമാണ്. എടോ സ്വാമി, എന്നെ ഇവിടെ ഇപ്പൊ ആരും അനുസരിക്കുന്നില്ല, പിന്നെ ഞാനെന്ത് ചെയ്യും? അവൻ പറ്റിക്കൂടുന്നതിന്റെ കാരണം സാറിന് അറിയാലോ. എനിക്കത് നന്നായിട്ടറിയാം, പക്ഷെ അറിയേണ്ടവർ അറിയുന്നില്ലല്ലോ. അക്ഷരയും നിരഞ്ജനും ഒരു കുഴപ്പമില്ലാതെയാ ഇപ്പൊ ഇവിടെ ജീവിച്ചു പോകുന്നു. വിശാൽ സ്ഥിരമായി ഇവിടെ വന്നു തുടങ്ങിയാൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇല്ലെങ്കിൽ അവനതുണ്ടാക്കും. ആണുങ്ങളുടെ മനസ്സ് അക്ഷരയ്ക്കറിയില്ലല്ലോ. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വെച്ചാൽ അവക്കൊട്ട് മനസ്സിലാകുകയില്ല. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണോ സാറ് പറയണത്? പറ്റുകയൊക്കെ ചെയ്യും, പക്ഷെ അതൊരൊറ്റ കൈ പ്രയോഗമാ. അതിന് സമയമായിട്ടില്ല സ്വാമി. വെച്ച് നീട്ടണ്ട സാറേ. ഇന്ന് അവനെ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു, നാളെ അവനിവിടെ താമസം തുടങ്ങും. അതിനു മുമ്പ് ചെയ്യാനുള്ളതൊക്കെ സാറ് ചെയ്യണം. എൻ്റെ മോള് വരെ എനിക്കെതിരാ. അതാ സ്വാമി എൻ്റെ ഏറ്റവും വലിയ സങ്കടം. ആർക്കു വേണ്ടിയാണോ ഞാനിതൊക്കെ ചെയ്യുന്നത്, അവർക്കത് വേണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അതൊന്നും സാറ് ഓർക്കണ്ട. സാറിന്റെ കടമ ചെയ്താൽ മതി. എന്തായാലും ആർക്കും ദോഷം വരാൻ വേണ്ടിയല്ലല്ലോ സാർ ഓരോന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവം സാറിന്റെ കൂടെ നിൽക്കൂ.
അങ്കിൾ ഞാൻ ഇറങ്ങാം. ഒരിക്കൽ നീ എൻ്റെ ജീവിതം തകർത്തു. അതിൽ വീണുപോയ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാ വീണ്ടും ഒന്ന് എണീറ്റ് നിന്നത്. വീണ്ടും നീ എന്നെ വീഴ്ത്താൻ നോക്കുകയാണല്ലേ? എൻ്റെയും എൻ്റെ മോളുടെയും ജീവിതം നീ തകർക്കും അല്ലേ? അങ്കിൾ ഞാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഈ വീട്ടിൽ വരരുതെന്ന് എത്രയോ തവണ ഞാൻ നിന്നോട് പറഞ്ഞു. നീ അത് കേട്ടോ? കേട്ടില്ല. നിനക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. അത് നടത്തിയെടുക്കാനുള്ള സൂത്രങ്ങൾ നിനക്കറിയാം. ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എൻ്റെ വീടിൻ്റെ സ്വസ്ഥത നീ കളയരുത്. നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ എൻ്റെ മോള്, അവളെ നീ വെറുതെ വിട്ടേക്കും. ഞാനായിട്ട് വന്നതല്ല. ഡോക്ടർ നിരഞ്ജൻ നിർബന്ധിക്കായിരുന്നു. ഒഴിഞ്ഞു മാറാൻ ഞാൻ പരമാവധി ശ്രമിച്ചതാ. നിന്റെ ഒരു ന്യായീകരണങ്ങളും എനിക്ക് കേൾക്കണ്ട. സുഖമില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നെ നീ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത്. എന്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു വിഷമം ഉണ്ടാവില്ല. ഞാൻ ആഗ്രഹിച്ച പോലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്റെ അവസ്ഥ അത് വേണ്ട. ജീവിതം എന്താണെന്ന് ഇപ്പൊ കുറച്ചൊക്കെ എനിക്കും അറിയാം. നമ്മളെപ്പോഴാ നല്ലതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അപ്പോഴാ അതിന് കഴിയില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. കഴിവതും ഇവിടേക്ക് വരാതിരിക്കാൻ നോക്കാം. അത് എത്രത്തോളം പാലിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നിരഞ്ജൻ ഡോക്ടർ അത്രയ്ക്ക് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു സഹോദരനേക്കാൾ കൂടുതൽ ഞാനും അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. പറ്റണം. അല്ലെങ്കിൽ ഒരുപാട് നഷ്ടങ്ങൾ നീ സഹിക്കേണ്ടി വരും. എൻ്റെ വയ്യാഴിയൊന്നും നീ കണക്കിലെടുക്കണ്ട. ഞാൻ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. അധികം വിളച്ചിലെടുത്താൽ ശ്രുതിമോളെയും കൊണ്ട് ഞാനൊരു പോക്കങ്ങ് പോകും. പിന്നെ അവൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. നീ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. നിങ്ങൾ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് വിശാലിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നത്? വെറുതെ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാൻ. സാറിന്റെ കാര്യമാണെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ അക്ഷരേ. ഇന്നത്തെ ഈ വരവ് എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ പെരുമാറ്റം.